നല്ല ഫോഗി മോർണിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 10 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അങ്ങനെ വീണ്ടും ഒരു യാത്രയിലാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു യാത്രയിലാണ്. ഈ വർഷത്തെ ആദ്യത്തെ യാത്ര. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി 2025. ഇപ്പം വെളിയിൽ ഏകദേശം 10.5 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇവിടുത്തെ കോൾഡ് വേവിനെ എസ്കേപ്പ് ചെയ്ത് അങ്ങ് ഡൗൺ സൗത്ത് പോവാണ്. ഇപ്പം മണി 7 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. രാവിലെ തന്നെ നല്ല ഫോഗാണ്, അതുപോലെ നല്ല ട്രാഫിക്കും ഉണ്ട്. ഇവിടുന്ന് ഓടി ഇപ്പം ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് ഓടി വൈകുന്നേരത്തോടി ഒരു 7:30-8 മണിയോടി ഇൻഡോർ എത്തിക്കാനുള്ള ശ്രമമാണ്. ഇൻഡോർ ഇവിടുന്ന് ഏകദേശം 777 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 13 മണിക്കൂർ യാത്ര. മണി 7:20. ഡൽഹിയിലാണ്. നല്ല ഫോഗിയാണ്, നല്ല തണുപ്പുണ്ട്. വെളിയിൽ ഏകദേശം 10 ഡിഗ്രി ടെമ്പറേച്ചറാണ്. സമയം 8 മണി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ഇപ്പം അങ്ങനെ ഹരിയാനയിലേക്ക് എൻ്റർ ചെയ്തു. ഗുഡ്ഗാവിലൂടെ കടന്നുകൊണ്ടിരിക്കുക. രാത്രി 8:30 ആവും ഇൻഡോർ അടുപ്പിക്കാൻ. റോട്ടിൽ നല്ല തിരക്കുണ്ട്, നല്ല ഫോഗിയാണ്. ഇതാണ് ന്യൂഗോ ബസ്. ഇതിപ്പോൾ ഡെറാഡൂൺ ഡൽഹിയാണ്. ഇത് ഇലക്ട്രിക് ബസ്സാണ്. ദൂരയാത്രകളിൽ ഇലക്ട്രിക് ബസ് ഇതാണ് സർവീസ്. സാധാരണ സിറ്റി ബസ് മാത്രമാണ് ഞാൻ ഇവിടങ്ങളിൽ നോർത്തിൽ ഇലക്ട്രിക് ബസ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ വ്യത്യസ്തമാണ്. ലെഫ്റ്റിൽ കാണുന്ന ബസ് ഡീസലിലാണെന്നുണ്ടെങ്കിൽ റൈറ്റിൽ കാണുന്ന ബസ് കംപ്ലീറ്റ് ഇലക്ട്രിക് ആണ്. ന്യൂഗോ. ഇപ്പോൾ ഡെറാഡൂൺ ഡൽഹി ബസ്സാണ്. അങ്ങനെ കാലം മാറിയപ്പം ഡീസലിനൊപ്പം ഇലക്ട്രിക് ബസ്സും ദൂരയാത്രകളിൽ ഓടി തുടങ്ങി. ഇപ്പോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഗുഡ്ഗാവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സമയം 8:20. ഓടിച്ചു പോകുന്ന രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ട്. സ്പീഡ് 60-70 ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 19.6 ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് വണ്ടി. സമയം 8:30 അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ ടോൾ ബൂത്ത് എടുത്തിരിക്കുകയാണ്. ഈ യാത്രയിലെ ഫസ്റ്റ് ടോൾ. അങ്ങനെ ഈ യാത്രയിലെ ഫസ്റ്റ് ടോൾ കടന്നിരിക്കുകയാണ്. ഒന്നും കാണാൻ വയ്യ, കംപ്ലീറ്റ് മൂടിക്കെട്ടി കിടക്കുക. അതെ, കഴിക്കാനുള്ളതെല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ട് കൂടെ ഇന്നത്തേക്ക്. പയ്യെ കാറിൽ ഇരുന്ന് തന്നെ കഴിച്ച് അങ്ങ് പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇനി ഫുഡിനായിട്ട് പ്രത്യേകം സ്റ്റോപ്പ് എടുക്കുന്നില്ല, ബ്രേക്ക് എടുക്കുന്നില്ല. സമയം 8:45. അങ്ങനെ ഒഫീഷ്യലി ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. വെൽക്കം ടു ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ. ഇപ്പം ഞാൻ ഈ ഒരു യാത്രയിൽ മേപ്പിൾസ് ഇന്ത്യയുടെ മാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. ഗുഡ് ഇൻ്റർഫേസ്, ഈസി ടു യൂസ്. ഗൂഗിൾ മാപ്സിനേക്കാളും എനിക്ക് വളരെ മികച്ചതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഫ്രണ്ടിലൊരു ടൊയോട്ട വെൽഫെയർ എക്സിക്യൂട്ടീവ് ലോഞ്ച് പോകുന്നുണ്ട്. ഈ ഫോഗി ഈ ഒരു കണ്ടീഷനിൽ ഈ വണ്ടി ഓടി പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ഡൽഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 4600 രൂപയ്ക്ക് പെട്രോൾ കയറിയിട്ടുണ്ട്. ടൈഗൺ നല്ല സ്മൂത്തായിട്ടാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ വീണ്ടും ഒരു ടോൾ പ്ലാസ കടന്നു.
ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ അതിവിശാലമായ റോഡാണ്, പരന്നിങ്ങനെ കിടക്കുക. തിരക്കും ബഹളമൊന്നുമില്ല, അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഇതുവഴി ഓടിച്ചു പോകുന്നത് നല്ല രസമാണ്. പക്ഷെ തുടക്കത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അത്രയും രസമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ റോഡ് മുഴുവൻ പാച്ച് ചെയ്യാം. ഗട്ടറൊന്നും വിസിബിൾ ആയിട്ട് ഇല്ലെങ്കിലും റോഡ് കംപ്ലീറ്റ് സർഫസ് ഇസ് ആബ്സല്യൂട്ട്ലി അൺഈവൻ. അതിൻ്റെ ആ ഒരു ഇത് അറിയാനുണ്ട്. നമ്മളിങ്ങനെ കുലുങ്ങിയാണ് ഓടുന്നത്. ടൈഗറിൻ്റെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ്. അത് കാരണം ഓരോ പാച്ചും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കംഫർട്ടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇറ്റ് റിയലി ബോദേഴ്സ്. മണി 9 കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞങ്ങൾ ഓൾട്ടോ കേട്ടൻ ഓടിച്ച് നാട്ടിൽ പോയായിരുന്നു ഇതേ കണക്ക്. ഇതിൽ സ്പീഡ് ലിമിറ്റ് 120 കിലോമീറ്ററാണ്. സ്പീഡ് ക്യാമറാസ് ഉണ്ട്, റേഡാർസ് ഉണ്ട്. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ യാത്രയാണിത്. ഫസ്റ്റ് റോഡ് ട്രിപ്പ് ഓഫ് ദിസ് ഇയർ. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി 2025. ഇപ്പോൾ ഇൻഡോർക്ക് പോകുന്ന വഴിയാണ്. രാത്രി 8:30 കൂടി നമ്മൾ ഇൻഡോർ എത്തും. 13 മണിക്കൂറും. ടൈഗൺ ഇപ്പം ഏതാണ്ട് 20 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട്. സ്മൂത്തായിട്ട് ഓടി പോവുക. വളരെ കംഫർട്ടാണ് ഈ വണ്ടി. ഇറ്റ്സ് റിയലി നൈസ്. 9:15 അങ്ങനെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ റെസ്റ്റ് റൂമിൽ നിർത്തിയതാണ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. വെളിയിൽ നല്ല തണുപ്പാണ്, അതുപോലെ മൂടിക്കെട്ടി കിടക്കുക, കംപ്ലീറ്റ്ലി ഫോഗി. അങ്ങനെ നമ്മൾ ടൈഗൺ സ്മൂത്തായിട്ട് ഇതുവരെ ഓടിയെത്തി, ഒരു പ്രശ്നമില്ല, ദൈവം സഹായിച്ച്. ഈ യാത്ര ഇൻഡോറിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി. ഓൾമോസ്റ്റ് 11,000 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ടൈഗണിൽ. ആൻഡ് ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദിസ്. തൊട്ടടുത്തൊരു വെൽഫെയർ വന്ന് നിർത്തി. ഇതൊരു വെറ്റ്ലാൻഡാണ്, തണുത്തുറഞ്ഞ് കിടക്കുവാണ്. നൗ വി ആർ ഇൻ രാജസ്ഥാൻ ആക്ച്വലി. മണി ഇപ്പോൾ 9:45. ഇപ്പോഴും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണ്. ഇനി ഒരു 11 hours ജേർണി കൂടെ ഉണ്ട് ഇൻഡോർ വരെ. ഇപ്പോഴും കംപ്ലീറ്റ് ഫോഗിയാണ്. സൂര്യപ്രകാശം ഒട്ടും തന്നെ എത്തിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കടുക് നല്ല കണക്ക് പൂത്ത് കിടപ്പുണ്ട്, മഞ്ഞ. വിൻ്റർ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു കാഴ്ചയാണിത്. കടുക് പാടങ്ങൾ ഇങ്ങനെ പൂത്തി ഇങ്ങനെ കിടക്കും, നല്ല രസമാണ്. ടൈഗൺ സ്റ്റഡി ആയിട്ട് 20 കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഓടി പോകുന്നുണ്ട്. ഇതുവരെ യാത്രാ ക്ഷീണമോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഓടിക്കുന്നവർക്കും നല്ല രസമാണ്. ഓവറോൾ ഐ ആം പ്രിറ്റി ഹാപ്പി വിത്ത് ദിസ് വെഹിക്കിൾ. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് 15,000 കിലോമീറ്ററിലാണ്. ഈ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സർവീസിന് സമയമാവും. പത്ത് മണിയായി. ഇപ്പോഴും ഭയങ്കര ഫോഗിയാണ്. ഫോഗ് ഇങ്ങനെ അടിച്ച് കയറി വരിക. ഇപ്പം ഇതാണ് മേപ്പിൾസ് എന്ന മാപ്പ്. ഞാൻ ഇത്തവണ ഈ യാത്രയിൽ ഈ മാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ മാപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട് നമ്മുടെ റോഡ് കണ്ടീഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഐ മീൻ ഇപ്പം ഇതിൽ 120 ആണ് സ്പീഡ് ലിമിറ്റ്.
ഇതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് ഇതെല്ലാം ഇത് കൃത്യമായിട്ട് കാണിക്കും. ഇതിൻ്റെ ഇൻ്റർഫേസ് എനിക്ക് ഗൂഗിൾ മാപ്സിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുന്നത്. സോ ഫാർ ഇറ്റ് ഈസ് റിയലി നൈസ്. ഇവിടെ ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുക. അത് കാരണം പണി നടക്കുന്നുണ്ട്. എത്ര കോടികൾ ചിലവാക്കി ഉണ്ടാക്കിയ എക്സ്പ്രസ് ഹൈവേ. ഇതിൻ്റെ റോഡ് കൺസ്ട്രക്ഷനൊക്കെ വളരെ മോശമാണ്. മണി 11 വീട്ടിൽ നിന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഡൽഹിയിൽ നിന്ന്. ഇപ്പോഴും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണ്. ജയ്പൂർ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 4 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞു കണ്ടിന്യൂസ്. ഇപ്പം ഫോഗൊക്കെ മാറി, മഞ്ഞൊക്കെ മാറി, വെയിൽ ഉദിച്ച് വെയിൽ വന്നു. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്റർ ഇതുവരെ ഓടിച്ചു കഴിഞ്ഞു. കൂടുതലും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെ ആയിരുന്നു. ഇനിയും അത്യാവശ്യം നല്ല ദൂരം പോകാനുണ്ട്. 10 മണിക്കൂർ യാത്ര ഇനിയുമുണ്ട്. ഇപ്പം വെളിയിലെ ടെമ്പറേച്ചർ ഏതാണ്ട് 16 ഡിഗ്രി കാണിക്കുന്നത്. ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ പകുതി സൈഡ് റോഡും പൊട്ടിപ്പൊളിഞ്ഞ് ഇത് കണക്ക് അണ്ടർ കൺസ്ട്രക്ഷനിലിട്ടേക്കുക. ഒട്ടും നിലവാരമില്ല. എന്തായാലും ഇതിൻ്റെ കോൺട്രാക്ടർമാർ ശരിക്കും പൈസ അടിച്ചിട്ടുണ്ട്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഈ ഒരു സ്ട്രെച്ച് ഇവിടെ തീരുകയാണ്. ഇതിനപ്പുറം അങ്ങോട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത സ്ട്രെച്ചിലേക്ക് കയറണം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇനിയുണ്ട്. അങ്ങനെ ടോൾ പ്ലാസ എത്തി. ഇപ്പോൾ സമയം 11:30. ഇനി കോട്ട പോകാനായിട്ട് വീണ്ടും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ എടുക്കുകയാണ്. വീണ്ടും ടോൾ പ്ലാസ എത്തി. ഇവിടുന്ന് ടോൾ കൊടുത്ത് എൻ്റർ ചെയ്യും. ഇനി ഈ ഒരു സ്ട്രെച്ച് സവായ് മാധോപൂർ എന്ന സ്ഥലം വരെ ഉണ്ട്. മസ്റ്റർഡ് ഫീൽഡ്സ്, കടുക് പാടങ്ങൾ, കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ. ഇപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ്. 1 കിലോമീറ്ററിനുള്ളിൽ ഈ എക്സ്പ്രസ് വേ എക്സിറ്റ് ചെയ്യണം. കോട്ട പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ ആസ് ഓഫ് നൗ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മണി 12:30 12:30. അങ്ങനെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എക്സിറ്റ് ചെയ്യുക. ഇനിയുള്ള സ്ട്രെച്ച് കോട്ടയിലേക്കാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് പണി പൂർത്തിയായിട്ടില്ല. ഹോപ്പ്ഫുള്ളി കൺസ്ട്രക്ഷൻ സപ്പോസ് ടു ഫിനിഷ് ബൈ ദിസ് ഇയർ. അങ്ങനെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എക്സിറ്റ് ചെയ്തു. മണി 12:45. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. 2 വേ ലൈനാണ്. ഒരു ശരാശരി ഇന്ത്യൻ റോഡിൽ കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും ഇവിടെയുണ്ട്. കന്നുകാലികൾ, ഇരുചക്ര വാഹനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ കോട്ട പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. കോട്ടയ്ക്ക് ഇനി ഇവിടുന്ന് 117 കിലോമീറ്റർ ഉണ്ട്. 1 മണിയായി. ടിപ്പിക്കൽ രാജസ്ഥാനി ഗ്രാമങ്ങളോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. 2 വേ ലൈനാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ വരുമ്പോഴത്തേക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഈ റോഡ് മുഴുവൻ സ്പീഡ് ബ്രേക്കേഴ്സാണ്. പോപ്പുലേഷൻ അർബൻ ഏരിയ ആണ്. അത്യാവശ്യം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഏരിയ. So finally we are entering Delhi Mumbai Expressway NE4 towards Kota.
ഇപ്പം നല്ല വെയിലുണ്ട്, പൊരിഞ്ഞ വെയില, വെളിയിൽ നല്ല ചൂടുമുണ്ട്. ഇവിടുന്ന് ബൂന്തി 107 കിലോമീറ്റർ. Finally we are back again to NE4. വരണ്ട ഭൂമി. എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നേ ഉള്ളൂ. ഇത് ഇൻ ഫ്യൂച്ചർ ഒരു ആക്റ്റീവ് റെസ്റ്റ് റൂമായി മാറും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ പയ്യെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ഇനി ഇവിടുന്ന് പയ്യെ പോയേക്കുക. ഇദ്ദേഹത്തെ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഇവൻ അങ്ങോട്ട് അടുക്കുന്നില്ല. Now the time is 2:30 PM. അങ്ങനെ യാത്ര വീണ്ടും തുടരുകയാണ്. ഓൾമോസ്റ്റ് 350 കിലോമീറ്റേഴ്സ് ഇനിയുണ്ട് ഇൻഡോർ എത്താനായിട്ട്. 7 hours ജേണി. ഇവിടെയൊക്കെ റോഡ് മാത്രമേ ഉള്ളൂ വികസനമായിട്ട്. ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. റെസ്റ്റ് റൂംസോ കാര്യങ്ങളോ ഒന്നും തന്നെ റെഡി ആയിട്ടില്ല. ഇറ്റ്സ് ഓൾ അണ്ടർ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് ഈ വഴി വരുന്നവർ തീർച്ചയായും എന്തെങ്കിലും കഴിക്കാനായിട്ട് കൂടെ കരുതിക്കൊള്ളുക. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചെല്ലാം കരുതിയായിരുന്നു. ഇതേവരെ 7 മണിക്കൂർ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. കവറിങ് 439 kilometers. ആവറേജ് സ്പീഡ് 62 km/h മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. 60, 70, 80, 90, മാക്സിമം 120. അതായത് എപ്പോഴും ഒന്നും നിൽക്കുന്നില്ല, വളരെ റിലാക്സ് ചെയ്ത് ഓടിച്ചു പോവുകയാണ്. ഇപ്പോൾ ഫ്യൂവൽ ഇക്കോണമി കാണിക്കുന്നത് 17.8 ആണ്. ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രസ് ഹൈവേയിൽ ചവിട്ടി വിട്ടായിരുന്നു, അന്നേരം അതിനനുസരിച്ചുള്ള ഫ്യൂവൽ ഡ്രോപ്പിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇനിയൊരു 400 kilometers കൂടെ റേഞ്ച് ഉണ്ട്. സോ ഇൻഡോർ എത്തുമ്പോഴത്തേക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ടാങ്ക് ഫില്ല് ചെയ്താൽ മതി. 4,600 rupeesന് പെട്രോൾ അടിച്ചായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഫുൾ ടാങ്ക് ചെയ്തായിരുന്നു. മണി 3 കഴിഞ്ഞു. ഇതുവരെ 495 kilometers വണ്ടി ഓടിച്ചു. എനിവേ 7 hours 41 minutes കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാണ്. ടൈഗൺ ഗോയിങ് റിയലി സ്ട്രോങ്. ഒരു പ്രശ്നമില്ല, അടിപൊളി. ഇനി ഇവിടുന്ന് മുംബൈ എക്സ്പ്രസ് വേ എക്സിറ്റ് ചെയ്യാണ്. എക്സിറ്റ് ചെയ്തിട്ട് നാഷണൽ ഹൈവേ 52 കയറുക. സോ ഫൈനലി വി ആർ സേയിങ് ബൈ ടു മുംബൈ എക്സ്പ്രസ് വേ. 3:20. ഇനിയൊരു നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് ജലവറാണ്. ജലവർ വന്ന ശേഷം പിന്നെ ബിയോറാന്ന് പിന്നെ ദിവാസ് പിന്നെ ഇൻഡോർ. അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. റോഡ് കണ്ടീഷൻസ് ആർ ഓക്കെ. ഇതുവരെ 504 kilometer കവർ ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻസ്. നാഷണൽ ഹൈവേ 52 നമ്മുടെ 13 കണ്ണറ ബ്രിഡ്ജ് പോലെ അതേപോലത്തെ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ കണ്ടിവിടെ. ഓൺ മൈ വേ ടു ജലവർ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. റെയിൽവേ ബ്രിഡ്ജാണിത്. ഇനി 260 kilometers ഉണ്ട് ഇവിടുന്ന് ഇൻഡോർക്ക്. ദൂരെ ഒരു തെർമൽ പവർ പ്ലാന്റ് കാണുന്നുണ്ട്. അതായത് നാഷണൽ ഹൈവേ 52 ആണ്. ഇൻഡോർക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇൻഡോർക്ക് ഇനി ഇവിടുന്ന് ഒരു 241 kilometers ഉണ്ട്. അപ്പോൾ ഇത് സൂം ചെയ്ത് നോക്കാം എത്രത്തോളം കിട്ടുമെന്നുള്ളത്.
ജലവർ പോകുന്ന വഴിയാണ് നാഷണൽ ഹൈവേ 52. ദൂരെ ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. S24 സൂമിൽ പയ്യെ ക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമമാണ്. നോക്കട്ടെ അതിൻ്റെ ക്വാളിറ്റി എങ്ങോട്ടെന്ന്. കൊള്ളാം, സംഭവം അടിപൊളിയാ. ഈ നാഷണൽ ഹൈവേ NH52 ഇത് നേരെ പോകുന്നത് ഭോപ്പാലിലേക്കാണ്. നമ്മളിവിടുന്ന് ലൈൻ മാറി ലെഫ്റ്റ് എടുത്തു ടുവേർഡ്സ് ഉജ്ജയിൻ. ഉജ്ജയിൻ ഇവിടുന്ന് 160 കിലോമീറ്റേഴ്സാണ്. ഇപ്പോൾ ബോർഡ് കാണുന്നുണ്ട് ഇൻഡോർ ഉജ്ജയിൻ. സോ ഇറ്റ്സ് റിയലി ഈസി. ഇവിടുന്ന് റൈറ്റ് നേരെ പോയ ഭോപ്പാൽ, റൈറ്റ് പിടിച്ചാൽ ഉജ്ജയിൻ ഇൻഡോർ. മണി 5 കഴിഞ്ഞു. ഉജ്ജയിൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഓൾമോസ്റ്റ് 180 കിലോമീറ്റേഴ്സ് ഇനിയും കവർ ചെയ്യാനുണ്ട്. സോ ഫാർ ഈ റൂട്ട് വളരെ നല്ലതാണ്. വെരി ഷോർട്ട്, ഈസി. റോഡ് കണ്ടീഷൻസ് ആർ റിയലി നൈസ്. മണി 5:30. അങ്ങനെ ഈ ദിവസത്തെ സൂര്യാസ്തമയം. ഇപ്പം മധ്യപ്രദേശിലാണ്. ഉജ്ജയിൻ പോയിക്കൊണ്ടിരിക്കുക. ഉജ്ജയിൻ. The plan is to reach Indore. Sunset. അടിപൊളി, സൂപ്പർ. ഇവിടെ നിർത്തി. നല്ല രസമുണ്ട്. വിൻമില്ലും സൺസെറ്റും ബ്യൂട്ടിഫുൾ. This is the highway. ഇനി നേരെ ടോൾ പ്ലാസയാണ്. 9 മണിയാവും അങ്ങ് ഓടി ഇൻഡോർ എത്താൻ. കംപ്ലീറ്റ് ഡ്രൈ ആണ്. എല്ലായിടവും മുൾച്ചെടികളൊക്കെ കാണാം. ഇതെല്ലാം തോൺസാണ്. വിൻഡ് ടർബൈൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വിൻഡ് ടർബൈൻസും ആ സൺസെറ്റും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. സമയമില്ല, അല്ലെങ്കിൽ നിർത്തി കുറേ നോക്കിയാ സൺസെറ്റ് നോക്കിയേ. ഇപ്പോൾ സമയം 5:45. എന്തായാലും ഈ ദിവസം ഇന്ന് സൺസെറ്റ് കണ്ടു. കുറച്ച് ദിവസമായിട്ട് വെട്ടവും വെളിച്ചില്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് ഇപ്പോൾ യാത്ര. ഇവിടെ വന്നപ്പോഴത്തേക്ക് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഇനി ഉജ്ജയിൻ ഒരു 90 കിലോമീറ്റേഴ്സ് വരെ പോകാനുണ്ട്. ഇവിടെ എല്ലാം വിൻഡ് ടർബൈൻസാണ്. ആൻഡ് ഇറ്റ്സ് ലുക്ക് സ്പെക്ടാക്കുലർ. സൺസെറ്റ് കഴിഞ്ഞു. സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കാഴ്ച വിൻഡ് മില്ല് ആ ബാക്ക്ഗ്രൗണ്ടിലേത് നോക്കി. ശരിക്കും നമ്മൾ ഈ നേരിട്ട് കാണുന്ന ആ ഒരു ഇതൊന്നും ഫോണിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്ത് വലുതാണ്. സമയം 6 മണി. അങ്ങനെ ഇപ്പൊ MP മധ്യപ്രദേശിലാണ്. അഗർ എന്നൊരു സ്ഥലമായി. അഗർ. ഉജ്ജയിൻ അടുത്തോണ്ടിരിക്കുക. സൂര്യാസ്തമയം കഴിഞ്ഞ്. ഈ റൂട്ട് കുഴപ്പമില്ല, നല്ല റൂട്ടാണ്. ഇതുവരെ കുഴപ്പമില്ല. നല്ലൊരു ഓട്ടം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണ്. സമയം 7:30. അങ്ങനെ ഉജ്ജയിൻ എത്തിയിരിക്കുകയാണ്.
ഉജ്ജയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 1.5 മണിക്കൂറുണ്ട് ഇൻഡോർ എത്താൻ. രാത്രി 9 മണിയാവും ഇൻഡോർ എത്തുമ്പോഴത്തേക്ക്. 67 കിലോമീറ്ററോടെ ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഉജ്ജയിൻ. ഇത് വളരെ പ്രശസ്തമായൊരു പിൽഗ്രിം സെൻ്ററാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഒരു അമ്പലത്തിൻ്റെ അതേ ഒരു മോഡലൊക്കെയാണ് ബിൽഡിങ്ങിന്. ഞാൻ ആദ്യമായിട്ടാണ് ഉജ്ജയിലൂടെ കടന്നു പോകുന്നത്. മധ്യപ്രദേശ്. സമയം 7:30 കഴിഞ്ഞു. ഏതൊരു നാട്ടിൽ പോയാലും ഓട്ടോക്കാര് ഇവർക്ക് സ്വഭാവം ഒന്ന് തന്നെ, കുത്തിക്കേറ്റ്. സമയം രാത്രി 8 മണി. ഇനി 1 മണിക്കൂർ ഓട്ടം കൂടെ ഉണ്ട്. 9 മണിയാവും ഇൻഡോർ എത്തുമ്പം. 46 കിലോമീറ്റർ ഇനിയും കവർ ചെയ്യാനുണ്ട്. ഇനി ഒരു 150 കിലോമീറ്ററുടെ പോലുള്ള പെട്രോൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. 12.5 മണിക്കൂർ ഇതുവരെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചു, ഒരു കുഴപ്പമില്ല. 18.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. छप्पन दुकान इंडोर. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ജോയിൻസ് ആണ്, ഈറ്ററീസ്. छप्पन मार्केट इंडोर. And also wide variety of casual wear, formal wear, and winter wear. Threads of Harman, Spring Citadel Mall, and Sapna Sangeeta Road, Indore. Cosmos Mall, Ujjain, and Ashima Mall, Bhopal. रहे की पहचान रसोई की जान इतना ब्रांड ये बताऊं इधर स्वाद इतना ब्रांड यार ये नया बिजनेस शुरू किया है और समझ नहीं आ रहा कि मार्केटिंग कहाँ है। फेस्टिवल सीजन है वो इतने अच्छे ऑफर्स रखे हैं पर पता नहीं चल रहा प्रमोट कहाँ करूं। इवेंट प्लान नहीं है, बजट मार्केटिंग ऑप्शंस ढूंढ रहा हूं। अरे दोस्तों, मैं भी हूं यहाँ ऑफर प्रमोशन तो क्यों पाया है सबका सॉल्यूशन। मांगोगे तो पब्लिसिटी क्यूआर कोड स्कैन करके हमें डिटेल्स भी भेज सकते हैं और इतना ही नहीं आप 741 पर व्हाट्सएप करो जानकारी। ചാട്ട് മസാല ടോട്ടൽ അങ്ങനെ 785 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് 14.5 hours ഡ്രൈവിംഗ് ടൈമിൽ അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഓടിച്ച് ഇൻഡോർ എത്തിയിരിക്കുവാണ് സേഫായിട്ട്. ഇനി ഇതിനകത്ത് 75 കിലോമീറ്റേഴ്സ് ഓടാനുള്ള റേഞ്ച് ഉണ്ട്. പിന്നെ ആവറേജ് 18.4 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആവറേജ് വണ്ടി തന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് സൂപ്പറാണ്, ഒരു പ്രശ്നമില്ല. വളരെ നൈസായിട്ട് എൻജോയ് ചെയ്ത് ഓടിച്ചാണ് വന്നത്, ഒരു കുഴപ്പമില്ല. ഐ എം പ്രിറ്റി ഹാപ്പി.